ഇന്ന് മെയ് 9 വീഡിയോ ചിത്രീകരിക്കുന്നത് രാവിലെ ഒരു 11-12 മണിക്കിടയിലാണ്. അപ്പോൾ ഇന്ന് എന്താ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പിന്നെ കഴിഞ്ഞ മാസം നടന്ന തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഫലപ്രഖ്യാപനം ഈ മെയ് 4 ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ സൗത്ത് സ്റ്റേറ്റ്സ് ആയിട്ടുള്ള തമിഴ്നാട്, കേരളം, അതേപോലെ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ നോർത്ത് സംസ്ഥാനങ്ങളായിട്ടുള്ള വെസ്റ്റ് ബംഗാൾ, അതേപോലെ അസം എന്നിവിടങ്ങളിലായിരുന്നു അന്ന് ചരിത്ര പ്രാധാന്യമുള്ള ആ ഒരു തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചിരുന്നത്. അപ്പോൾ പുരാതന യൂണിയൻ ടെറിട്ടറി ആയിട്ടുള്ള പുതുച്ചേരി ഇന്നത്തെ ദിവസം വെസ്റ്റ് ബംഗാളിൽ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ BJP ഗവൺമെന്റ് അല്ലെങ്കിൽ ചുമതലയേൽക്കാൻ പോകുന്നത് സുവേന്ദു അധികാരി എന്ന് പറയുന്ന ലീഡറാണ്, BJPയുടെ ലീഡറാണ്. അദ്ദേഹം ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ BJP ചീഫ് മിനിസ്റ്ററാണ് വെസ്റ്റ് ബംഗാളിൽ. 31-36 വർഷത്തെ CPM-ന്റെ ഭരണം അട്ടിമറിച്ചുകൊണ്ടാണ് 2011 ശേഷം ഇത്രയും കാലയളവിൽ ഈ മമതാ ബാനർജി AITC അല്ലെങ്കിൽ ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് അത് AITCയുടെ ആളായിട്ടാണ് ശ്രീമതി മമതാ ബാനർജി അധികാരത്തിൽ വന്നത്. കഴിഞ്ഞ 3 കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 3 തവണകളും അവർ തന്നെ അവിടെ വിജയിച്ചു പോകുന്നു. അപ്പോൾ ഇത്തവണ അത് ബ്രേക്കായി. അതുപോലെ കേരളത്തിൽ കഴിഞ്ഞ തുടർച്ചയായിട്ടുള്ള 2 തവണയും ചീഫ് മിനിസ്റ്ററായിട്ട് ശ്രീ പിണറായി വിജയൻ അദ്ദേഹമായിരുന്നു ഉണ്ടായിരുന്നത്. അതും മലക്കം മറിഞ്ഞ് ഇപ്പം കോൺഗ്രസിന്റെ കയ്യിലേക്ക് എത്തി. അതും വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടിയാണ് കോൺഗ്രസ് അധികാരത്തിലേക്ക് വരുന്നത്. പുതുച്ചേരിയിൽ 2016 ആയിരുന്നു ലാസ്റ്റ് ഈ രംഗസ്വാമി അവർ NDA സഖ്യത്തിൽ അവിടെ ചീഫ് മിനിസ്റ്ററായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഭരണം മാറി വീണ്ടും NDA സഖ്യത്തിനോടൊപ്പം തന്നെ അവിടെ ഭരണം അട്ടിമറിക്കപ്പെട്ടു. തമിഴ്നാടിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വിജയ് നടനായിട്ടുള്ള വിജയ് അദ്ദേഹത്തിന്റെ ഈ TVK എന്നുള്ള പാർട്ടിക്ക് അവിടെ ഭൂരിപക്ഷം ലഭിക്കാനായിട്ട് മാക്സിമം അവരെന്ത് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ മറ്റുള്ള കക്ഷികളുമായിട്ടൊക്കെ ഒരു ധാരണയിലെത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിനൊരു പ്രോപ്പറായിട്ടുള്ളൊരു ഫലം കാണുന്നില്ല. അപ്പോൾ ഇന്നും ആ ഒരു അനിശ്ചിതത്വത്തിൽ തുറന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. എന്താവുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇപ്പം മറ്റുള്ള സഖ്യകക്ഷികളൊക്കെ ഇവരെ അനുകൂലിച്ചുകൊണ്ടല്ലേ ഇവരുടെ ഭാഗം ചേരണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തരത്തിൽ കോമ്പൻസേറ്റ് ചെയ്യേണ്ടി വരും. ഇതൊക്കെ പക്ക പൊളിറ്റിക്സ് ആണ്. ഇതൊക്കെ ജനങ്ങളായിട്ട് നമ്മളിങ്ങനെ കണ്ട് നോക്കിയിരിക്കാന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ വെസ്റ്റ് ബംഗാളിലെ കാര്യം ഞാൻ പറഞ്ഞു. ആസാമിൽ ഈ പറഞ്ഞ 13-ാം തീയതിയാണെന്ന് തോന്നുന്നു. ആസാമിൽ ഹിമന്ത ബിശ്വ ശർമ്മ അവർ തന്നെയാണെന്ന് തോന്നുന്നു. അവർ തന്നെയാണ് തോന്നുന്നില്ല, അവർ തന്നെയാണ് ചീഫ് മിനിസ്റ്ററായിട്ട് ചുമതലയേൽക്കാൻ പോകുന്നത്. ഞാൻ മുകളിൽ നിന്ന് താഴോട്ടേക്കാൻ വരാം. വെസ്റ്റ് ബംഗാളിലെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 3 തവണ ചരിത്രത്തിൽ 3 തവണകളായിട്ട്, അതും വെസ്റ്റ് ബംഗാളിന്റെ ചരിത്രത്തിൽ ആദ്യത്തെ വനിതാ ചീഫ് മിനിസ്റ്റർ അതായിരുന്നു മമതാ ബാനർജി. അപ്പോൾ അവിടെ 294 സീറ്റിൽ 207 BJP അല്ലെങ്കിൽ NDA സഖ്യം കൊണ്ടുപോയി. അതും വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി. അവിടുത്തെ കാര്യം ഞാൻ പറയാം. ഞാൻ ടാർഗറ്റ് ചെയ്യുന്ന ഓഡിയൻസിലേക്ക് ഇതെത്തുമെന്ന് എത്തണമെന്ന് എനിക്ക് അതിയായിട്ടുള്ള ആഗ്രഹമുണ്ട്. ഞാൻ ടാർഗറ്റ് ചെയ്യുന്ന ഓഡിയൻസിലേക്ക് ഈ ഒരു വീഡിയോ എത്തണമെന്ന് എനിക്ക് അധികം ആഗ്രഹമുണ്ട്. ഞാൻ വെസ്റ്റ് ബംഗാളിൽ ഈ പറഞ്ഞ ആസാം അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് ഭാഗങ്ങളൊക്കെ സഞ്ചരിച്ചിട്ടുള്ളതാണ്, പോയിട്ടുണ്ട്. അവിടെ ഞാൻ കാര്യങ്ങൾ നേരിട്ട് അറിഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്. ഈ വെസ്റ്റ് ബംഗാളിൽ പക്ക ന്യൂനപക്ഷ വോട്ട് ബാങ്ക് രാഷ്ട്രീയം തന്നെയാണ് അവിടെ നടന്നു പോകുന്നത്. മമതാ ബാനർജി എന്നുള്ള ഒരു പ്രോ ഇസ്ലാമിസ്റ്റ് കാൻഡിഡേറ്റ് തന്നെയാണെന്ന് ഞാൻ പറയും. അങ്ങനെ തന്നെ ഞാൻ പറയും. കാരണം അവിടെ നടന്ന അട്രോസിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ അവിടെ പോയ സമയത്ത് ഞാൻ നേരിട്ട് കണ്ടത്. അവിടെ ആൾക്കാരുമായിട്ട് ഞാൻ സംബന്ധിച്ചതിലൂടെ എനിക്ക് കുറേ കാര്യങ്ങളെ മനസ്സിലാക്കിയിട്ടുണ്ട്. അവിടെ ഈ TMCയുടെ ഭരണത്തിൽ അവിടെ ഈ നിലവിൽ മൈനോറിറ്റി എന്ന് നമുക്ക് പറയാം. കാരണം അവിടെ ഈ ഹിന്ദു മതവിശ്വാസികൾ അല്ലെങ്കിൽ ഹിന്ദു ക്രിസ്ത്യൻ മതവിശ്വാസികളൊക്കെ അവിടെ ശരിക്കും പറഞ്ഞാൽ മൈനോറിറ്റി ആണിപ്പോൾ. കാരണം മെജോറിറ്റി ആയിട്ട് ഇസ്ലാം മതവിശ്വാസികൾ, അതും ഇല്ലീഗൽ ഇമിഗ്രൻസ് ആയിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ രോഹിംഗ്യാസ് ആയിട്ടുള്ള ഈ ഇല്ലീഗൽ ബംഗ്ലാദേശികളാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ നുഴഞ്ഞു കയറി അവിടെ ഈ കള്ള ID കാർഡുകളും ആധാർ കാർഡുകളൊക്കെ ഉപയോഗിച്ചിട്ട് അവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, കുടിയേറിയിട്ടുള്ളത്. അപ്പോൾ അതിന് പൂർണ്ണ പിന്തുണ അറിയിച്ചത് ഈ പറഞ്ഞ ഈ TMC അല്ലെങ്കിൽ ഈ പറഞ്ഞ AITC അല്ലെങ്കിൽ ഈ മമതാ ബാനർജിയുടെ സർക്കാർ തന്നെയാണ്. അവരുടെ ആവശ്യം അവരുടെ ലക്ഷ്യം എന്നത് പ്രീണന രാഷ്ട്രീയം, ഒരു ന്യൂനപക്ഷ വിഭാഗത്തെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് അവർക്ക് എങ്ങനെയെങ്കിലും ഭരണം കൈയാളണം എന്നുള്ളൊരു ഒറ്റ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് പറയുമ്പോൾ എന്നെ സംഖ്യയാക്കും, അല്ലെങ്കിൽ ഒരു വർഗീയവാദിയാക്കും. അതാണ് ഇവിടെ നടക്കുന്നത്. കാരണം ഇവിടുത്തെ ഈ പ്രബുദ്ധ കേരളത്തിലെ കുറേ പേര് ഇപ്പോൾ തന്നെ കമന്റ് ബോക്സിൽ പലരും പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ ശരിക്കും ഒരു ന്യൂനപക്ഷ പ്രീണന രാഷ്ട്രീയമാണ് അവിടെ. പക്ഷേ ന്യൂനപക്ഷ പ്രീണന രാഷ്ട്രീയമല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ ഭീകരവാദവും തീവ്രവാദവും തന്നെ നമുക്ക് പറയാം. കാരണം എന്ന് പറഞ്ഞാൽ ഈ ബംഗ്ലാദേശ്, പാകിസ്ഥാൻ തുടങ്ങിയുള്ള രാഷ്ട്രങ്ങൾ അത് ഇന്ത്യയുടെ ശത്രുരാജ്യം തന്നെയാണ്. ശരി, അന്ന് നമുക്കറിയാലോ, സ്വാതന്ത്ര്യം കിട്ടിയ കാലത്ത് ഈ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിഭജിച്ച് നാട് കടത്തിപ്പോയ ആൾക്കാർ അവരായിരുന്നു. അപ്പോൾ ഇന്ന് ഈ വെസ്റ്റ് ബംഗാളിൽ നടക്കുന്ന ഹിന്ദു വംശഹത്യ ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ആരും ഇവിടുത്തെ ഇവിടുത്തെ ന്യൂസ് റിപ്പോർട്ടർമാർ ആരും തന്നെ ഇതൊന്നും ചർച്ച ചെയ്യില്ല. കാരണം എന്താ, അങ്ങനെ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ മതേതരം ഇടിഞ്ഞു പൊളിഞ്ഞ് നാശമായി പോകും. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരും ചർച്ച ചെയ്യില്ല. ഈ മുർഷിദാബാദിൽ തന്നെ അനേകായിരം കുടുംബങ്ങൾ ഈ ഹിന്ദു മതവിശ്വാസികൾ പലായനം ചെയ്തൊരു സംഭവം കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്നും ആരും ചർച്ച ചെയ്യില്ല. കാരണം ഇവിടുത്തെ ന്യൂനപക്ഷ രാഷ്ട്രീയം കാണിക്കുന്ന കമ്മ്യൂണിസ്റ്റ്, കോൺഗ്രസ് അല്ലെങ്കിൽ മറ്റുള്ള കക്ഷികൾ ആരും തന്നെ ഈ വെസ്റ്റ് ബംഗാളിൽ നടക്കുന്നതോ അല്ലെങ്കിൽ ആസാം, ത്രിപുര അല്ലെങ്കിൽ ഈ അടുത്ത് മേഘാലയയിലും മിസോറാമിലും അരുണാചൽ പ്രദേശിലും നടക്കുന്ന ബംഗ്ലാദേശിൽ ഈ ഷെയ്ഖ് ഹസീനയുടെ അതേപോലെ ഈ ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന
പിന്നെ നാട് കടത്തപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ട് അതിനുശേഷം നടക്കുന്ന പല കാര്യങ്ങളും, ഈ അട്രോസിറ്റീസ് ഒന്നും ഇവിടുത്തെ മാധ്യമ അല്ലെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ നിരീക്ഷകരോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ന്യൂസ് റിപ്പോർട്ടർമാരോ ഈ ചാനലുകളോ ഒന്നും തന്നെ ഇതൊന്നും പ്രസിദ്ധീകരിക്കില്ല, അതിനെപ്പറ്റിയൊന്നും ചർച്ച ചെയ്യില്ല. കാരണം എന്താ, ഇവർക്ക് ഈ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് അതാണ് മുഖ്യം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളോട് ചർച്ച ചെയ്യുമ്പോൾ അത് മതേതരത്വത്തിന് പിന്നെ യോജിച്ചതല്ല എന്നുള്ള ഒരു സ്റ്റാൻഡാണ്. ഈ കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് ഈ നേതാക്കന്മാരൊക്കെ കാണിക്കുന്നത് ഈ സെയിം ഈ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് പരിപാടിയാണ്. കാരണം വെസ്റ്റ് ബംഗാളിൽ ഈ അനധികൃത കുടിയേറ്റം അതിനെല്ലാം വഴിയൊരുക്കി കൊടുത്തത് ഈ TMC അല്ലെങ്കിൽ ഈ പറഞ്ഞ ആരാണ്, ഈ മമതാ ബാനർജിയുടെ ആൾക്കാരാണ്. അവിടെ ഈ ഹിന്ദുക്കളെ എങ്ങനെയൊക്കെ അടിച്ചൊതുക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ അവർ മാക്സിമം അവർ ചെയ്യിച്ചു. പൊതുവേ നമ്മളെ ഇവിടുത്തെ മാധ്യമപ്രവർത്തകരുണ്ടല്ലോ കേരളത്തിലെ ഇവർ, അതേപോലെ ഈ പൊതുവേ ഈ ഇന്ത്യ അലയൻസ് പിന്നെ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അല്ലെ അവരുടെയൊക്കെ ഈ പറഞ്ഞ സമൂഹ മാധ്യമ പേജുകളിൽ അല്ലെ നേതാക്കന്മാരൊക്കെ പറയുന്നത് പിന്നെ വെസ്റ്റ് ബംഗാളിൽ മൈനോറിറ്റി അല്ലെ ന്യൂനപക്ഷക്കാർ ഇറ്റ് ഈസ് ടോട്ടലി അൺസേഫ് അങ്ങനെയാണ് പറയുന്നത്. ആക്ച്വലി ഈ ന്യൂനപക്ഷക്കാർക്ക് അവിടെ എല്ലാ തരത്തിലുള്ള ആനുകൂല്യങ്ങളും സപ്പോർട്ടും കൂടിയാണ് അവിടെ അവർ ജീവിക്കുന്നത്. അവിടെ ശരിക്കും ആരാണ് ത്രെട്ടിലായിട്ടുള്ളത്? ഹിന്ദു, അതായത് ഒരു കാലത്ത് മെജോറിറ്റി ആയിരുന്ന ഹിന്ദു മതവിശ്വാസികളാണ് അവിടെ ശരിക്കും പറഞ്ഞാൽ ത്രെട്ടിലായിട്ട് നിൽക്കുന്നത്. ഇന്നലെയൊക്കെ ഈ TMC പ്രവർത്തകരുടെ പിന്നെ വീടൊക്കെ അടിച്ചു പൊളിച്ച് പിന്നെ അവിടെ ഒരു വലിയൊരു പ്രശ്നം നടന്നിരുന്നു. കഴിഞ്ഞ ഈ ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ കുറേ പേര് പറയുന്നത് ഇപ്പോൾ BJP അധികാരത്തിൽ വന്നതിന് ശേഷം അവിടെ നോക്കി അവരുടെ തനിക്കുണം കാണിച്ചു എന്നൊക്കെയാണ് പലരും പറഞ്ഞു പോകുന്നത്. അപ്പം ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, ഞാനിതിനെ ബാലൻസ് ചെയ്യുന്നതല്ല, ഞാനിവിടെ ബാലൻസ് ചെയ്യുന്നതല്ല, അതിന് പകരം ഞാനൊരു മറു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കും. ഈ TMC ഈ പറഞ്ഞ അല്ലെങ്കിൽ മമതാ ബാനർജിയുടെ ഭരണകാലത്ത് അവിടെ നടന്ന അക്രമങ്ങളെ പറ്റിയൊന്നും ഇവിടുത്തെ ആരും എന്ത് ചെയ്തില്ല, ചർച്ച ചെയ്തിട്ടില്ല. അത് മാത്രമല്ല ഈ പറഞ്ഞ പ്രത്യേക വിഭാഗത്തിലുള്ള ഈ മതേതര ഓളികൾ ആരും തന്നെ ഇതിനെപ്പറ്റി സംസാരിക്കാനോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നില്ല. ഇപ്പോൾ BJP അധികാരത്തിൽ എത്തിയപ്പോഴാണ് ഇവർക്ക് കുരുവട്ടം തുടങ്ങിയത്. ഇനി അതവിടെ പോണ്ടിച്ചേരിയിൽ വീണ്ടും രംഗസ്വാമി അവർ അധികാരത്തിൽ വന്നു. തമിഴ്നാട്ടിന്റെ കാര്യം അനിശ്ചിതത്വത്തിലാണ്. എന്താവും നമുക്കറിയില്ല. എന്താന്ന് പറഞ്ഞാൽ പിന്നെ ബൈ ഇലക്ഷൻ വെക്കണം അല്ലെങ്കിൽ 6 മാസത്തിനകം മറ്റൊരു ഇലക്ഷൻ ആകാം എന്നൊക്കെയുള്ള രീതിയിൽ പല അഭ്യൂഹങ്ങളുണ്ട്. അറിയില്ല അവിടെ എന്ത് നടക്കും. കാരണം ഈ തമിഴ്നാട്, ഈ ആന്ധ്ര, ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ, കർണാടക, എവിടെയൊക്കെയുള്ള പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് പിടിക്കാൻ പറ്റില്ല. കാക്ക മലന്ന് പറക്കുമോ? ഇല്ല. ബട്ട് നമ്മൾ ഈ പൊളിറ്റിക്സിന്റെ കാര്യത്തിൽ ഈ തമിഴ്നാട്, ഈ കർണാടക, ആന്ധ്രാപ്രദേശ് തുടങ്ങിയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ അതും ചിലപ്പം സംഭവിച്ചേക്കാം. കാക്ക മലന്നും പറക്കും. അപ്പം അങ്ങനെയാണ്. കേരളത്തിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 2 തവണകളായിട്ട് പിന്നെ CPM അധികാരത്തിലുണ്ടായിരുന്നു. അതായത് ചീഫ് മിനിസ്റ്ററായിട്ട് ശ്രീ പിണറായി വിജയൻ അദ്ദേഹമായിരുന്നു ഉണ്ടായിരുന്നത്, മുഖ്യമന്ത്രിയായിട്ട്. അപ്പോൾ 1ാമത്തെ ടേമിൽ അദ്ദേഹത്തിന്റെ പിന്നെ ഭരണ മികവുകളെ നമുക്ക് അത്യാവശ്യം കുറച്ചൊക്കെ പ്രശംസിക്കാനുണ്ടായിരുന്നു. എസ്പെഷ്യലി നമ്മളെ ഈ ആരോഗ്യ വകുപ്പും അതേപോലെ ആ സമയത്തായിരുന്നല്ലോ കൊറോണ വന്നത്. കൊറോണ കാലത്തൊക്കെ നല്ല രീതിയിലുള്ള പരിശ്രമം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് അത് പിന്നെ ഈ കഴിഞ്ഞ തവണ 2ാം തവണയും ഭരണത്തിൽ വന്നപ്പോൾ അതൊക്കെ മാറി മറിഞ്ഞുകൊണ്ട് തീർത്തും ഈ ജനവിരോധം തീർത്തുകൊണ്ട് അല്ലെങ്കിൽ ജനങ്ങളെ ഉപദ്രവിക്കുക എന്നുള്ളൊരു സംഗതിയാണ് നടന്നത്. ശരിക്കും ഈ ജനങ്ങളെ എങ്ങനെയൊക്കെ പിഴിയാൻ പറ്റുമോ അല്ലെങ്കിൽ അങ്ങനെയും ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഈ അക്രമ രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയ കൊലപാതകങ്ങളൊക്കെയും കുറവായിരുന്നു. ബട്ട് ഈ പൊതുവെയുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസ് പിന്നെ ഈ മറ്റുള്ള ഈ സാമ്പത്തിക അഴിമതി തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം അത്രയധികം പെറ്റുപിരിക്കും. അപ്പോൾ ഇത്രയും വേർപ്പ് മുട്ടി അത്രയും ദുരിതത്തിലായ ഒരു സ്ഥിതി വന്നപ്പോഴാണ് ആൾക്കാർ മാറി ചിന്തിച്ചത് UDF സർക്കാരിനെ രൂപീകരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനൊരു അട്ടിമറി നടത്തിയത്. പിന്നെ മലപ്പുറം ജില്ലയിൽ ഓൾ ഇൻ ഓൾ എല്ലാ സീറ്റുകളും UDF അല്ലെങ്കിൽ ലീഗ് നേതൃത്വത്തിനാണ് ലഭിച്ചത്. MLA-മാരായിട്ട് എല്ലാവരും ഈ പറഞ്ഞ കോൺഗ്രസ് മുന്നണിയിലുള്ള ആൾക്കാരാണ് ജയിച്ചു വന്നത്. അപ്പോൾ ഈ തവണ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പിന്നെ അവരുടെ LDF സഖ്യത്തിൽ എനിക്കൊന്നും പാലക്കാട്, തൃശ്ശൂർ, പിന്നെ കൊല്ലം, തിരുവനന്തപുരം ഭാഗത്ത് മാത്രമേ, കണ്ണൂർ ജില്ലയിൽ പോലും വളരെ സീറ്റ് കുറവാണ്. കാരണം കണ്ണൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ പാർട്ടിയുടെ കോട്ടയാണെന്നാണ് അറിയപ്പെടുന്നത്. ആ ഒരു ജില്ലയിൽ പോലും CPM-മാർക്ക് LDF സർക്കാരിന് വേണ്ട ഒരു മുന്നേറ്റം നടത്താൻ സാധിച്ചില്ല. പിന്നെ അപ്പോൾ ഈ പറഞ്ഞ ജില്ലകളെ മേൽപ്പറഞ്ഞ ജില്ലകളിലാണ് അവർക്ക് ചെറിയൊരു രീതിയിലെങ്കിലും അവർക്ക് സീറ്റ് പിടിച്ചെടുക്കാൻ കഴിഞ്ഞത്. ഒരിക്കലും BJP MLA-മാർ കേരളത്തിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ട് കേരളത്തിൽ തിരുവനന്തപുരത്ത് 3 മണ്ഡലങ്ങളിൽ BJP പിന്നെ വിജയിച്ചു. ഇന്ന് വൈകിട്ടാകുമ്പോഴത്തേക്ക് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആരായിരിക്കുമെന്ന് നമുക്കറിയാൻ കഴിയും. അങ്ങനെയാണ് പറയുന്നത്. ഇവരുടെ നേതൃത്വം അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. വൈകിട്ടാകുമ്പോഴത്തേക്ക് ആരാണ് ചീഫ് മിനിസ്റ്റർ കാൻഡിഡേറ്റ് എന്നുള്ളതൊക്കെ അറിയാൻ കഴിയും എന്നാണ് പറയുന്നത്. പൊതുവെ ഈ UDF, ഈ കോൺഗ്രസ് പിന്നെ നേതാക്കന്മാർക്കിടയിൽ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഗ്രൂപ്പ് തർക്കങ്ങൾ അല്ലെങ്കിൽ ഒരു ഭരണം കയ്യിൽ വരുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടുന്നൊരു സംഗതി എപ്പോഴും ഉള്ളതാണ്. എനിക്ക് മന്ത്രിപദം വേണം, അല്ലെങ്കിൽ എനിക്ക് ഇന്ന സ്ഥാനം വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചെറിയ അംഗനവാടി കുട്ടികളെ പോലെ അടികൂടുന്നത് സ്ഥിരമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഈ KC വേണുഗോപാൽ, അതേപോലെ രമേശ് ചെന്നിത്തല, അതേപോലെ VD സതീശൻ, ഇങ്ങനെയുള്ള 3 പിന്നെ പക്ഷം തിരിഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മത്സരിക്കുകയാണ് അല്ലെങ്കിൽ അടികൂടുവാണ്. ഇപ്പോൾ ഈ കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ് ഈ പറഞ്ഞ KC വേണുഗോപാലിന്റെ ഫ്ലക്സും ഈ സാധനങ്ങളൊക്കെ പിന്നെ അടിച്ചോടിച്ച് കീറി പിന്നെ പൊളിച്ച് പിന്നെ തെരുവിലിറങ്ങിയിട്ടുള്ളത്. ഇന്നുപോലെ ഞാൻ കണ്ടു ഈ KC വേണുഗോപാലിന്റെ ഒരു ഫ്ലക്സ് ഈ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ വലിച്ച് നിലത്തിട്ട് കീറിപ്പറിച്ചു കളയുന്നത്.
അപ്പോൾ അപ്പോൾ ഇതൊരു സ്ഥിരം പരിപാടിയാണ്, അതിൽ പ്രത്യേകിച്ച് അതിശയിക്കേണ്ട കാര്യമൊന്നും. അതേസമയത്ത് CPM ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഭരണത്തിൽ നിൽക്കുന്നതെങ്കിൽ ഒരിക്കലും അവർക്കിടയിൽ ഈ പറഞ്ഞ ഈ ഗ്രൂപ്പ് തർക്കമോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഗതികളൊന്നും ഉണ്ടാവില്ല. കാരണം അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ നടപടി കടുത്തതായിരിക്കും, നടപടി കടുപ്പിക്കും. കാരണം ഈ നേതൃത്വം അല്ലെങ്കിൽ ഈ പറഞ്ഞ പിന്നെ ഈ നേതാക്കന്മാർ അതിനെ നിയന്ത്രിക്കുന്ന രീതി അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ ചില പ്രത്യേക അടവുകൾ എടുക്കും. നമ്മൾ ഈ ചീഫ് മിനിസ്റ്റർ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഊരിപ്പിടിച്ച കത്തികൾക്കിടയിൽ കൂടെ നടന്നു പോയ ഒരാളാണ് അദ്ദേഹം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഇങ്ങനെ ആരെങ്കിലും ഈ ഗ്രൂപ്പ് തർക്കമായിട്ട് ഈ അധികാരമോഹിയായിട്ട് രംഗത്ത് വന്നു കഴിഞ്ഞാൽ അവരെ ഒതുക്കാനുള്ള എല്ലാ സകല വിദ്യയും പിന്നെ ഈ പാർട്ടിക്ക് അറിയാം. അതുകൊണ്ട് അത് അവിടെ വില പോവില്ല. ഒരു അച്ചടക്കത്തോടെ മര്യാദയ്ക്ക് മിണ്ടാതെ അവിടെ ഇരുന്നോളൂ ആൾക്കാർ. ബട്ട് കോൺഗ്രസിന്റെ കാര്യം അങ്ങനെയല്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു മിക്കവാറും എനിക്ക് തോന്നുന്നു ഈ KC വേണുഗോപാൽ അല്ലെങ്കിൽ ചെന്നിത്തലയൊക്കെ അടുത്ത വട്ടം BJPയിലോട്ട് ലയിക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. പിന്നെ അതിനിടയിൽ ഈ പറഞ്ഞ നമ്മുടെ മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടൻ അദ്ദേഹം ഒരു പരാമർശം നടത്തിയിട്ടുണ്ടായിരുന്നു ലീഗിന്റെ കാര്യത്തിൽ, എന്തോ ഒരു സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെതിരെ ഈ ലീഗുകാർ അദ്ദേഹത്തിനെതിരെയും തുറന്നടിച്ച് സംസാരിച്ചു. അപ്പോൾ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നമുക്കറിയില്ല. പിന്നെ മറ്റൊരു കാര്യം, ഈ ഇത്തവണ UDFന് ഭരണം ലഭിക്കാൻ അതിൽ പ്രധാന പങ്ക് വഹിച്ചത് അല്ലെങ്കിൽ മുന്നിട്ടിറങ്ങി കാര്യങ്ങളെല്ലാം ചെയ്തു പോയത് VD സതീശനാണ്, ഈ പറവൂരിന്റെ MLA ആയിട്ടുള്ള VD സതീശനാണ്. അപ്പോൾ ബട്ട് ഞാൻ അതല്ല ചിന്തിക്കുന്നത്. ഇപ്പോൾ ഒരു വിഭാഗം ആൾക്കാർ പിന്നെ ഈ എസ്പെഷ്യലി മുസ്ലിം ലീഗുകാരും പിന്നെ ഈ മലബാർ ഭാഗത്തുള്ള ആൾക്കാരെല്ലാവരും കൂടെ ഈ VD സതീശനെയാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയത്ത് ചെന്നിത്തല അല്ലെങ്കിൽ KC വേണുഗോപാൽ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത് കൂടുതലും പിന്നെ സദേൺ കേരള, അതായത് ഇങ്ങനെ ഈ തെക്കൻ കേരളത്തിലുള്ള ആൾക്കാരൊക്കെയും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് രമേശ് ചെന്നിത്തല, അതേപോലെ KC അത്രയും ഇല്ല, എന്നാലും രമേശ് ചെന്നിത്തലയൊക്കെ പിന്തുണയ്ക്കുന്ന ആൾക്കാരുണ്ട്. ഈ VD സതീശനെയാണ് ഈ മുസ്ലിം ലീഗുകാർ കൂടുതലും പിന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ തന്നെ ഒരു വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ഞാൻ കാണുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുതിർന്ന നേതാവായിട്ടുള്ള അല്ലെങ്കിൽ മുൻ മന്ത്രി കൂടി ആയിട്ടുള്ള രമേശ് ചെന്നിത്തലയ്ക്ക് എന്തുകൊണ്ട് അവർ മുഖ്യമന്ത്രി പദം നൽകുന്നില്ല? അയാൾക്ക് സീനിയോറിറ്റി ഉണ്ട്, വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് നൽകാമായിരുന്നു. അപ്പോൾ ബട്ട് അതിൽ എനിക്ക് തോന്നുന്നു VD സതീശനെ കൊണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ഇവിടെ പലർക്കും നേടാനുണ്ട്. അതുകൊണ്ടാണ് VD സതീശനെ അവരെല്ലാവരും മാക്സിമം പുഷ് ചെയ്യുന്നത്. കോൺഗ്രസ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ലീഗ്, കമ്മ്യൂണിസ്റ്റ്, BJP, RSS തുടങ്ങിയിട്ടുള്ള ഈ സംഘടനകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടിയും ഈ പറഞ്ഞ വെട്ടും കുത്തും അക്രമങ്ങളൊക്കെ നിത്യസംഭവങ്ങളായിട്ട് മാറാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു വോട്ട് ബാങ്ക് പൊളിറ്റിക്സ്, അതായത് മൈനോറിറ്റി പ്രീണന രാഷ്ട്രീയം, അതാണ് ഈ UDF ഈ പറഞ്ഞ കോൺഗ്രസ്സുകാർ ഇന്ത്യ അലയൻസ് കാണിക്കുന്നത്. അതിൽ യാതൊരു സംശയമില്ല. ഈ ഇലക്ഷൻ റിസൾട്ട് വന്ന നാള് അന്ന് തന്നെ അതിനുശേഷം ഈ മലപ്പുറം, എറണാകുളം, പിന്നെ കോഴിക്കോട് തുടങ്ങിയുള്ള സ്ഥലങ്ങളിലൊക്കെയും ഈ പറഞ്ഞ ന്യൂനപക്ഷ വിഭാഗക്കാരുടെ അല്ലെങ്കിൽ മുസ്ലിം ലീഗുകാരുടെയൊക്കെ ഈ നട റോട്ടിൽ കാണിച്ച അപരാധങ്ങൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എൻ്റെ ഇനി ഇവർ ശരിക്കും മെജോറിറ്റി ആയി കഴിഞ്ഞാൽ അവസ്ഥ എന്താണെന്ന് പലരും ആലോചിച്ച് പോയിട്ടുണ്ട്, ഞാനും ആലോചിച്ചിട്ടുണ്ട്. കാരണം അവർക്ക് അവരുടെ ഡോമിനൻസി അത് കാണിച്ചാൽ മതിയാവുള്ളൂ, അത് ഉറപ്പാണ്. ഇനി അങ്ങോട്ട് ഈ MDMA, കഞ്ചാവ്, ഈ പറഞ്ഞ ലഹരി മരുന്നൊക്കെ പിടിക്കുന്ന സംഭവങ്ങളുണ്ടല്ലോ, അതൊന്നും അത്രയും അങ്ങോട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നതായിരിക്കില്ല. അതിലൊക്കെ ഒരു പ്രീണന രാഷ്ട്രീയം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ കഴിഞ്ഞ ദിവസം ഈ കരിപ്പൂർ വിമാനത്താവളത്തിന് പുറത്തുള്ള ഈ കസ്റ്റംസിന്റെ ഒരു വിഭാഗം ഉണ്ടായിരുന്നു, ഈ ഒരു പ്രത്യേക സ്ക്വാഡ് ഉണ്ടായിരുന്നു, അവരെ പിൻവലിച്ചു. അപ്പോൾ ഇതൊക്കെ ശരിക്കും ഒരു പ്രത്യേക വിഭാഗത്തിനെ അനുകൂലിച്ചുകൊണ്ടല്ല, അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളല്ലേ. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്ന ഞാൻ കരുതുന്നു. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈ കോൺഗ്രസ് ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ സർവ്വസാധാരണമാണ്. അത് എല്ലാവരും പറയുന്നൊരു കാര്യമാണ്. ഇപ്പം SDPI, ജമാഅത്ത് ഇസ്ലാമി അല്ലെങ്കിൽ ഈ മുസ്ലിം ലീഗ് തുടങ്ങിയിട്ടുള്ള ഈ രാഷ്ട്രീയ ഈ മതേതര സംഘടനകളാണ്, ഇതെല്ലാം മതേതര സംഘടനകളാണെന്നാണ് ഇവിടുത്തെ പലരുടെയും അവകാശവാദം. ആയിക്കോട്ടെ, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഈ പറഞ്ഞ മതേതര സംഘടനകളെല്ലാവരും അവർക്കുള്ളിൽ ഒരു ഐക്യമുണ്ട്. വെൻ ഇറ്റ് കംസ് ടു റിലിജിയൻ അവർ തമ്മിലൊരു ഐക്യമുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ആരും തിരിച്ചറിയുന്നില്ല. അത് നിങ്ങൾ തിരിച്ചറിയാൻ ഇനിയും സമയമെടുക്കും, വൈകാതെ നിങ്ങൾ മനസ്സിലാക്കും. അപ്പോൾ അവർ മേ ബി പല രാഷ്ട്രീയ കക്ഷികളിലായിട്ട് സ്പ്ലിറ്റ് ആയിട്ടുണ്ടാവും. കുറേ പേര് സഖാവായിരിക്കും, കുറേ പേര് SDPI-കാരായിരിക്കും, കുറേ പേര് ലീഗുകാരായിരിക്കും, എങ്ങനെയൊക്കെ ഉണ്ടാവും. ബട്ട് വെൻ ഇറ്റ് കംസ് ടു റിലീജിയൻ അവർക്ക് അതിലൊരു ഐക്യമുണ്ട്. അത് വൈകാതെ ഒരു സമയമായി കഴിഞ്ഞാൽ, അവരൊരു മെജോറിറ്റി സ്റ്റേജിലെത്തിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാവരും കൂടെ ഒത്തൊരുമിച്ചുകൊണ്ട് ഒരു ഭരണം കൈവരിക്കാൻ ശ്രമിക്കും. അന്ന് ഇവിടെ കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ BJP-യോ ഈ പറഞ്ഞ ആൾക്കാരൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. പിന്നെ മറ്റൊരു കാര്യം, ഈ ഇലക്ഷന് മുന്നോടിയായിട്ട് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു വിഷയം മൂവാറ്റുപുഴ, മലപ്പുറം ജില്ലകൾ, മൂവാറ്റുപുഴയെ ആസ്ഥാനമാക്കി മറ്റൊരു ജില്ല രൂപീകരിക്കണമെന്നും അതേപോലെ മലപ്പുറം, കാലിക്കറ്റ് ഇതിനെയൊക്കെ വിഭജിച്ച് മറ്റു 2 ജില്ലകളായിട്ട് മാറ്റണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അത് വൈകാതെ നടക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നത്. കാരണം ഇപ്പം ഭരണം ആരുടെ കയ്യിലാണ്? ഇവരുടെ കയ്യിലാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ they might be splitted into many political parties, but when it comes to religion they have their propaganda or they have that unity is there. അപ്പോൾ അവരത് നേടിയെടുക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നത്. പൊതുവെ നമ്മളിപ്പോൾ ഈ പഞ്ചായത്ത് ഇലക്ഷൻ വന്ന സമയത്ത് പോലും ഈ വാർഡ് തരം തിരിച്ചുകൊണ്ട് അല്ലെങ്കിൽ വാർഡൊക്കെ വിഭജിച്ച് മാറ്റിയല്ലോ. അതൊക്കെ ചെയ്യുന്നത് എന്തിനാ ശരിക്കും? എന്തിനാ ചെയ്യുന്നത്?
ഈ കുറച്ചും കൂടെ സുഗമമായിട്ടുള്ള വികസനത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ കരുതുന്നത്? അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിഭജിച്ചിട്ട് കൂടുതൽ സീറ്റ് ലഭ്യമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ പരിപാടി നടത്തുന്നത്. ഇതിന് മുന്നത്തെ തവണ ഈ യെദ്യൂരപ്പ ഗവൺമെന്റുള്ള സമയത്ത് അതിനുശേഷം കോൺഗ്രസ് അവിടെ നിലവിൽ വന്നു. DK ശിവകുമാറും അതേപോലെ സിദ്ധരാമയ്യും അവർ വന്നതിന് ശേഷം അവിടെ പിന്നെ ഇല്ലീഗൽ മൈഗ്രൻസ് ആയിട്ട് ഒത്തിരി ബംഗ്ലാദേശികളും അല്ലെങ്കിൽ നോൺ കന്നഡികാസ് ഒത്തിരി പേര് കർണാടകത്തിൽ സെറ്റിൽ ആയിട്ടുണ്ട്. അവർക്ക് ഈ പറഞ്ഞ ആധാർ കാർഡും മറ്റു ID കാർഡുകളും സൗകര്യങ്ങളൊക്കെ എല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അത് ഒരു വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ആണ്. ഈ ഏറ്റവും കൂടുതൽ ഇല്ലീഗൽ മൈഗ്രൻസ് ഈ പറഞ്ഞ ബംഗ്ലാദേശികളുള്ള ഒരു സംസ്ഥാനം കൂടിയാണ് കർണാടക, ബാംഗ്ലൂർ എസ്പെഷ്യലി. അപ്പോൾ ഇതൊരു ന്യൂനപക്ഷ പ്രീണന രാഷ്ട്രീയമാണ്. അവർക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് അവരൊരു വിഭാഗത്തെ എങ്ങനെയൊക്കെ പ്രീതിപ്പെടുത്താമോ അങ്ങനെയൊക്കെ പ്രീതിപ്പെടുത്തും. ബംഗ്ലാദേശിൽ നിന്നുള്ള മുസ്ലിങ്ങളോ അല്ലെങ്കിൽ പാകിസ്ഥാനിൽ നിന്നുള്ള മുസ്ലിങ്ങളോ ആര് തന്നെ ഇന്ത്യയിലോട്ട് വന്നു കഴിഞ്ഞാലും ഇവിടുത്തെ ഈ പറഞ്ഞ ന്യൂനപക്ഷക്കാർ പിന്നെ കയ്യും വിരിച്ച് നെഞ്ചും വിരിച്ച് അവരെ വരവേൽക്കും, യാതൊരു സംശയവുമില്ല. കാരണം ഞാൻ പല കാര്യങ്ങളിലും നമ്മൾ ഈ പൊതുവെ ഇപ്പം പഹൽഗാം ആക്രമണത്തിലും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലും നമ്മൾ ഈ പാകിസ്ഥാനെയൊക്കെ നമ്മൾ വിമർശിക്കുന്ന സമയത്ത് അതിൽ തന്നെ ഒരു കൂട്ടം ആൾക്കാർ അതിനെ ന്യായീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ പാകിസ്ഥാൻ എന്നുള്ള രാഷ്ട്രത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു വിഭാഗം ആൾക്കാരെ രംഗത്ത് വരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന കമന്റ് ബോക്സ് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പല വീഡിയോകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് രാഷ്ട്രമാണോ മതമാണോ നിങ്ങൾക്ക് മുഖ്യം എന്ന് ചോദിക്കുന്നതിൽ പലരും പറയുന്നുണ്ട് എനിക്ക് മതമാണ്, എനിക്ക് എൻ്റെ മതമാണ് മുഖ്യം, അത് കഴിഞ്ഞിട്ട് നമുക്ക് എൻ്റെ രാജ്യമുള്ളൂ എന്ന് പറയുന്ന സംഗതികൾ ഇതിൻ്റെയൊക്കെ വീഡിയോസ് എൻ്റെ പക്കലുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ബേസ് എന്നുള്ള ഒരു റിലീജിയനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ മറ്റേ കോയമ്പത്തൂർ സ്ഫോടന കേസിലെ പ്രതിയായിട്ടുള്ള മദനി കോൺഗ്രസ് ഭരണത്തിൽ വന്നതിന് ശേഷം അതുവരെ അയാൾ പിന്നെ ബാംഗ്ലൂർ ജയിലിലായിരുന്നു, കർണാടകത്തിൽ ജയിലിലായിരുന്നു. അപ്പോൾ അയാളെ പോലും പിന്നെ ആനയിച്ച് വരവേൽക്കാൻ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ കൂടെ ഉണ്ടായിരുന്നു. അത് മറ്റൊരു കാര്യം. അപ്പോൾ നിങ്ങൾ നോക്കിക്കോ, ഈ ഇപ്പം നമ്മളെ കേരളത്തിൽ ഇഷ്ടംപോലെ ആൻറ്റി നാഷണൽസ്, അതായത് മറ്റേ തീവ്രവാദ സംഘടനകളൊക്കെ ആയിട്ട് പിന്നെ ഈ എന്താണ് അൽ ഖയ്ദ അല്ലെങ്കിൽ ഈ പറഞ്ഞ താലിബാൻ പോലുള്ള സംഘടനകളൊക്കെ ആയിട്ട് അടുത്ത് ബന്ധം പുലർത്തി പോകുന്ന ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട് നമ്മുടെ കേരളത്തിൽ. ഈ കോൺഗ്രസ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സംഘടനകൾക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ സംഘടനയിൽ സ്ലീപ്പർ സെൽസ് ആയിട്ട് പിന്നെ പ്രവർത്തിക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരു വളമാണ് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ്. പറയാനാണെന്നുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ വൈകാതെ നിങ്ങൾ തിരിച്ചറിയും ഇവിടെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും എന്തൊക്കെ നടക്കുമെന്നും എല്ലാം നിങ്ങൾ തിരിച്ചറിയുന്നതായിരിക്കും. ഓക്കെ.